കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2023 ഫോർത്ത് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. A non-resident Indian acquired shares on 1st February 2009 for rupees 2 lakh in foreign currency. These shares are sold by him on 1st February 2021 for rupees 6 lakh. He invested rupees 6 lakh in shares on 31st March 2021 and these shares are sold by him on 31st June 2021 for rupees 7 lakh. Discuss the tax implication. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 1/2/2021 സെയിൽ ചെയ്യുന്ന ഷെയർസ് അത് വാങ്ങിച്ചിരിക്കുന്നത് 1/2/2009 ഓക്കെ. അപ്പോൾ അവിടെ വരുന്നത് എന്തായിരിക്കും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇവിടെ 2 പാർട്ടായിട്ട് വരുന്നുണ്ട്, 2 പ്രാവശ്യം ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 1/2/2021 സെയിൽ ചെയ്യുന്നത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇവിടെ ഹോൾഡിംഗ് പീരീഡ് വരുന്നത് മോർ ദാൻ എന്താണ് 24 മന്ത് ആണ്. ഓക്കെ, 24 മന്ത്സ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ലോങ് ടേം ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽസ് കൺസിഡറേഷൻ കാണിക്കുന്നു. സെയിൽസ് കൺസിഡറേഷൻ, ഇവിടെ സെയിൽസ് കൺസിഡറേഷൻ തന്നിട്ടുള്ളത് എത്രയാണ്? 6 lakh ആണ് സെയിൽസ് കൺസിഡറേഷൻ തന്നിട്ടുള്ളത്. 1/2/2021 സെയിൽ ചെയ്യുന്നത് 6 ലക്ഷത്തിനാണ്. ഇതിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇതിൻ്റെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എത്രയായിരുന്നു? 2 lakh ആയിരുന്നു. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ CII ഇൻ ദി ഇയർ ഓഫ് സെയിൽ, ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 301 ആണ് വരുന്നത്. അതേപോലെ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ 2009 വരുന്നത് 137 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഓരോ വർഷത്തെയും ഇൻഡെക്സ് CII എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4,39,416 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6 lakhൽ നിന്നും 4,39,416 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ 1,60,584 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആൻസർ ആയി. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കണ്ടെത്തി. ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ട്. ഹി ഇൻവെസ്റ്റ് 6 lakh ഇൻ ഷെയർസ് ഓൺ 31st March 2021 ആൻഡ് ദീസ് ഷെയർസ് സോൾഡ് ഫോർ rupees 7 lakh എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ്, രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, അവിടെ ഷോർട്ട് ടേം ആണ് വരുന്നത്. 2021 പർച്ചേസ് ചെയ്ത് 2021 തന്നെ അത് സെയിൽ ചെയ്യുന്നു. അപ്പോൾ ലെസ് ദാൻ 24 മന്ത്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാണാൻ നമ്മൾ സെയിൽസ് കൺസിഡറേഷൻ കാണിക്കുന്നു. സെയിൽസ് കൺസിഡറേഷൻ വരുന്നത് എത്രയാണ്? 7 lakh ആണ് സെയിൽസ് കൺസിഡറേഷൻ വരുന്നത്. അതിൽ നിന്നും ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുന്നു. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? 6 lakh ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ കിട്ടും. അതായത് 1 lakh. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ വാല്യൂ 1 lakh എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി ഇവിടെ ഒരു ഡൗട്ട് വരുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ റീ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് 6 lakh ഷെയർസിലേക്ക്. ഓക്കെ, പക്ഷേ ഈ റീ ഇൻവെസ്റ്റ്മെൻറ്റിന് സെയിൽ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ സെക്ഷൻ 54F എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 54F എന്ന് പറയുന്ന സെക്ഷനിൽ ഡിഡക്ഷൻ കിട്ടൂലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല. അത് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ കേസിലാണ് വരുന്നത്. ഷെയർസിൻ്റെ കേസിൽ അത് അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,
ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടാക്സ് ലാബിലിറ്റി ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് കിട്ടി. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് വരുന്നത് എത്രയാണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കണ്ടെത്തിയത് 1,60,584 ആണ് കിട്ടിയത്. ഇതിന് മുകളിൽ എത്ര പെർസെൻറ്റേജ് ആണ് വരിക? അറ്റ് ദി റേറ്റ് ഓഫ് 10% ആണ്. അതായത് അണ്ടർ സെക്ഷൻ 112A ഷെയർസിൻ്റെ കേസിൽ 10% ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര വരും? 16,058 എന്ന് കിട്ടും. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സ് കാണുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 1 lakh ആണ് തന്നത്. അതിന് എത്ര പെർസെൻറ്റേജ് വരും? 15% വരും. അതായത് അണ്ടർ സെക്ഷൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കേസിൽ 111A എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ പ്രകാരം 15%, അതായത് എത്രയാണ്? 15,000 നമുക്ക് കിട്ടും. 15,000. അപ്പോൾ ഇവിടെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സ് ലാബിലിറ്റി 31,058 എന്ന് ടോട്ടൽ ടാക്സ് ലാബിലിറ്റി നമുക്ക് കിട്ടും. ടോട്ടൽ ടാക്സ് ലാബിലിറ്റി എത്ര വരും? ഇവിടെ 31,058 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് ശരിക്കും നമ്മൾ 3rd സെമ്മിൽ പഠിക്കുന്ന ഒരു പാർട്ടാണ്. 4th സെമ്മിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.